CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതായിട്ട് തോന്നുന്നുണ്ടോ? പ്രജിത പറഞ്ഞത് പിന്നെ ഈ മാതൃഭൂമിയിലെ ശശി തരൂരിന്റെ ലേഖനം കണ്ടിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ, അതിൽ മാത്രമാണ് ഒരു ലേഖനം കണ്ടത്. മറക്കാവുന്ന മാതൃഭൂമിയിലെ ഒരു ലേഖനം വരിക എന്ന് പറയുമ്പോൾ മാതൃഭൂമിയിൽ വന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ഷെയർ ഇപ്പൊ മാതൃഭൂമിക്ക് ആരെന്നൊക്കെ അറിയാമല്ലോ, അല്ലേ? പക്ഷെ അത് എഴുതിയിരിക്കുന്നത് ശശി തരൂരാണ്. അപ്പൊ തരൂർ ഇത് എഴുതുമ്പോൾ തരൂർ ചുമ്മാ എന്നൊരു സാധനം കുറിക്കത്തില്ല. തരൂര് വളരെ, ഇവരൊക്കെ എത്ര തരൂരിനെ കുറ്റം പറഞ്ഞാലും ഒരു കാതം മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ടേ തരൂർ ഓരോന്ന് ചെയ്യാറുള്ളൂ. തരൂരിന്റെ ആ ലേഖനം മാതൃഭൂമിയിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ ലീഗുകാർക്ക് വളരെ സന്തോഷമായിരിക്കും. കാര്യം കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരിൽ ആരെങ്കിലും എഴുതി കൊടുത്തൊരു ലേഖനം ഏതെങ്കിലും പത്രത്തിൽ കണ്ടാലും അതിൽ നമുക്ക് സന്തോഷിക്കാം, പക്ഷെ ലീഗ് സന്തോഷിക്കില്ല. നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ കണ്ടല്ലോ. ഈ നിലമ്പൂർ ഇലക്ഷനിൽ തുടക്കം മുതൽ അൻവറിനെയും അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തെ, ഞാനത് പറയുന്നില്ല, അവർക്ക് സപ്പോർട്ട് കിട്ടിയ ഒരു സമുദായമുണ്ട് അവിടെ. ആ സമുദായത്തിനെ ഒരു RSSകാരന്റെ ശരീരഭാഷയോടെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിരോധിച്ചത്. അവിടെ ഈ തരൂര് ഈ എഴുതിയിരിക്കുന്ന ലേഖനം CHനെ ചുമ്മാ അദ്ദേഹം ഒരു ബൗദ്ധികപരമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയത് മാത്രമല്ല ഈ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തിന് തരൂര് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കുന്ന സമയം മുതൽ ഈ ഇപ്പോഴത്തെ പാണക്കാട് കുടുംബത്തിലെ പുതിയ തങ്ങളുണ്ടല്ലോ, സാദിഖ് അലി തങ്ങൾ, അദ്ദേഹം ഒരു MBA-കാരനാണ്. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ വലിയ പ്രായം വരത്തില്ല, 55 വയസ്സോ 54 വയസ്സോ മറ്റൊക്കെ അദ്ദേഹത്തിന് വരത്തുള്ളൂ. അവർക്കൊക്കെ തന്നെ ലീഗുകാർ പഴയ ലീഗുകാരൊന്നുമല്ല. ആ ലീഗിനൊക്കെ തന്നെ തരൂര് മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ നിലമ്പൂർ ഇലക്ഷനിൽ പിന്നെ VD സതീശൻ അൻവർ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. ആ ഒരു വലിയ, നമ്മൾ എത്ര തന്നെ ലീഗിനെ നമ്മൾ അടുത്ത അധികാരം വന്നില്ലെങ്കിൽ ലീഗ് മോശമാണ് എന്നൊക്കെ പറയുമെങ്കിലുണ്ടല്ലോ, ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഈ പറയുന്ന CPM-ന് വർഗീയത ഒക്കെ പറയുകയാണെങ്കിലും ലീഗ് ഒരു നിർണായക സ്ഥാനം ഈ കേരള രാഷ്ട്രീയത്തിൽ ലീഗിനുണ്ട്. അപ്പൊ CHനെ കുറിച്ച് നമ്മൾ ഇദ്ദേഹം ഇവിടെ കുറിപ്പ് എഴുതുമ്പോഴത്തേക്ക് CHന് എത്രത്തോളം സ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്നുള്ളത് ഒന്നുകൂടെ അദ്ദേഹം ഈ ലേഖനത്തിൽ ഇരുത്തി പറയുകയാണ്. അപ്പൊ CHന് ഒരു വേള UDF മറന്നോ? അദ്ദേഹത്തിന്റെ മകൻ MK മുനീറുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ MK മുനീറിനെ അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വകാര്യ ചാനൽ ഇവിടെ നടത്തുന്ന സമയത്ത് ആ ചാനലിൽ അദ്ദേഹം നിഷ്പക്ഷരായിട്ട് പത്രപ്രവർത്തകർക്ക് എഴുതാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇന്നീ കാണുന്ന പല പുലികളും അവിടെ നിന്ന് പണി പഠിച്ച ആൾക്കാരാണ്. അവിടെ നിന്ന് പണി പഠിച്ചവരൊക്കെ തന്നെ നിഷ്പക്ഷമായി മാധ്യമപ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവിനെതിരെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ വാർത്തയൊന്നും ഞാനിവിടെ ഒന്നേന്ന് പറഞ്ഞ് ക്ലീശയാക്കുന്നില്ല, ആ വാർത്ത വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ എന്തുമാത്രം വേട്ടയാടിയിട്ടുണ്ടെന്ന് അറിയാം. ഇന്നും ലീഗിൽ എന്തോ പറയാ, ഒരു വേള ഭരണം ഒരിക്കൽ കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അന്ന് ഇദ്ദേഹം ആ അപകീർത്തിക്ക് ഇരയാക്കപ്പെട്ട പ്രമുഖനായ വ്യക്തി ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം ഉൾപ്പെടെ ഇന്ന് കുറ്റം പറയുന്നവർ ഒക്കെ തന്നെ കളം മാറ്റി LDF-ലേക്ക് വരില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അവർ വരും. അവർക്കൊക്കെ പിണറായിയായിട്ട് അടുപ്പമുണ്ട്. പക്ഷെ അവിടെ MK മുനീറിനും ഷാജിക്കും പിണറായിയുമായി യോജിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. ചില കുടുംബങ്ങളിൽ ചിലർ അവരുടെ അച്ഛൻ്റെയൊക്കെ ഒരു പാരമ്പര്യം കാണിക്കും. അച്ഛൻ CHന്റെ ഇപ്പൊ എന്ത് വന്നാലും എത്ര തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഒരു നല്ല മൂട്ടിൽ നിന്ന് മുളച്ചു വന്ന ഒരു വിത്താണെങ്കിലേ ആ വിത്തിനെ അങ്ങനെ ഇങ്ങനെ വെട്ടിക്കളയാൻ പറ്റത്തില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും, അത് കോൺഗ്രസിൽ ഇപ്പൊ K മുരളീധരൻ എത്ര ബ്ലാ 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 അടിച്ചാലും, K മുരളീധരൻ ഏത് സ്ഥലത്തെടുത്ത് അവർ എറിഞ്ഞിട്ടിരുന്നാലും തോപ്പിക്കാൻ ശ്രമിച്ചാലും മുരളീധരൻ ജയിച്ചു വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ തരൂരിനെ ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗിലെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. ലീഗിന്റെ ആ ഒരു ആവശ്യം ന്യായമാണ്, അതിൽ മോശം പറയാനില്ല. നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ മുഖ്യമന്ത്രിയായിട്ട് തരൂർ വന്നാൽ എന്താണ് കുഴപ്പം? ഇന്നുള്ള നിലവിലുള്ള ചില ക്ലീശി കാര്യങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് നല്ല നാടിനുന്നതി ഉണ്ടാവും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നമ്മൾ ചോദിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖരുടെ BJP-യുടെ പ്രസിഡന്റായി വന്നു, അതിന്റെ ഒരു മാറ്റം കാണാൻ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഈ സംസാര ലോകത്ത് മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പൊളിച്ചെഴുതേണ്ടത് പൊളിച്ചെഴുതാതിരിക്കാൻ പറ്റില്ല. ചിലർ എന്താ പറയാ, പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പൊളിച്ചെഴുതപ്പെടേണ്ടത് പൊളിച്ചെഴുതണം. ഇപ്പൊ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ മാറ്റമുണ്ടായത് അതുകൊണ്ടാണ്. അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പിന്നെ അവരുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇപ്പൊ വന്നല്ലോ. ഈ പ്രസിഡന്റ് വന്ന സമയത്ത് അദ്ദേഹം എഡ്യൂക്കേഷൻ ഉള്ളവരെ, ഇപ്പൊ വിദ്യാഭ്യാസ യോഗ്യതയിൽ വലിയ ഘടകമാണ്.
10ാം ക്ലാസ്സും ഗുസ്തിയൊന്നും അല്ല. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായി ആ പഠനത്തിന്റെ ഗുണം അദ്ദേഹം കാണിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ PPT പ്രസന്റേഷനെ കുറിച്ച് പറയും. അദ്ദേഹത്തിന്റെ ഒരു വ്യൂ ഉണ്ട്, ഒരു വിഷൻ ഉണ്ട്, ഒരു മുൻകൂട്ടി കാണലുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ BJP ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ മൈക്ക് കാണുമ്പോൾ, കുറെ പത്രപ്രവർത്തകരെ കാണുമ്പോൾ താൻ എന്തോ വലിയ സംഭവമാണെന്ന് സുരേന്ദ്രന്റെ ശരീരഭാഷയൊന്നും അല്ല അദ്ദേഹത്തിനുള്ളത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ലീഗിന്റെ ഇപ്പോഴത്തെ അവരുടെ തങ്ങൾ എന്ന് പറയുന്ന സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം MP കാരനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അവർക്ക് ഒപ്പം നിൽക്കുന്നവർക്കും കാര്യങ്ങൾ അറിയാം. അവർ തരൂരിനെ ഉയർത്തിക്കാട്ടുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഈർഷ്യത ഉണ്ടാകുന്നു? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവരും മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്രവൃത്തി പാരമ്പര്യത്തിലുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് ഗാന്ധി കുടുംബം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ പോലൊരു വാഗ്മിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു? ചുമ്മാ ഒന്നും കൊണ്ടുവരത്തില്ലല്ലോ. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥ എന്തെന്നറിയോ? ഈ പറയുന്ന തരൂരിനെ കോൺഗ്രസ് ആയിട്ട് പുറത്താക്കില്ല. അദ്ദേഹം UN ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ പല നേതാക്കളുടെയും, കോൺഗ്രസിനകത്തെ പല നേതാക്കളുടെയും വിദേശ വിനിമയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തരൂരിന് അറിയാം. തരൂർ വഴിയാണ് ഇവിടുന്ന് പലരും ആ ഓപ്പറേഷൻസ് നടത്തിയിരുന്നത്. അറിയോ? അങ്ങനെ ഈ പല ഓപ്പറേഷൻസും നടത്തിയതിന്റെ രഹസ്യം തരൂർ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ചീട്ട് കൊട്ടാരം തകരുന്ന പോലെ ഈ പറയുന്ന AICCയിലെ പലരും തലയിൽ കൂടി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സോണിയാഗാന്ധി ഉൾപ്പെടെ തലയിൽ കൂടെ മുണ്ടിട്ട് കിടക്കേണ്ട അവസ്ഥയുണ്ടാവും. അത് മാത്രമല്ല, അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞാൽ അത് സംഭവിക്കും. പക്ഷേ തരൂർ കോൺഗ്രസിൽ നിന്ന് പോയാൽ എന്താ പറയാ, നികത്താനാവാത്ത നഷ്ടം എന്നൊക്കെ പറഞ്ഞു. ആ നഷ്ടം ഉണ്ടാകും. അത് വലിയ രീതിയിൽ ഇപ്പോ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസിനെ ബാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസവും വിവരവും അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും ഒക്കെ ഒരു ദിവസം സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് കഴിഞ്ഞ് വീണ്ടും ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന അതല്ല. അദ്ദേഹം കാലങ്ങളായിട്ട് അദ്ദേഹം നേടിയെടുത്തതാണ്. അതുപോലെ പെട്ടി തൂക്കിയും കാറിലെ ടൗല് നേരെ ഇട്ട് കൊടുത്തുമല്ല അദ്ദേഹം ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പലരും പറയും തിരുവനന്തപുരത്ത് അദ്ദേഹം MP ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് MP ആയി എന്ന് പറഞ്ഞാൽ MPക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ കേട്ടറിവ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഈ പറയുന്ന രീതിയിൽ ലീഗിന്റെ ഒരു സപ്പോർട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് പറഞ്ഞു ക്രൈസ്തവ സഭകൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ക്രൈസ്തവ സഭകളൊക്കെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തും ഇപ്പം ലീഗ് സപ്പോർട്ട്, അപ്പോൾ 2 സമുദായങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഒന്നാന്തരം അടവാണ്. അപ്പൊ ഈ AICCയുടെ തെരഞ്ഞെടുപ്പ് മല്ലികാർജുൻ ഖാർഗെക്ക് എതിരെ ശശി തരൂർ സ്ഥാനാർത്ഥിയാകുന്നത് മുതൽ തന്നെ ശശി തരൂരിനോട്, അല്ലെങ്കിൽ ശശി തരൂർ എന്ന നാമത്തോട്, ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേറ്റഡ് ആയ, ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ലല്ലോ. മുസ്ലിം സമുദായം എന്നൊന്നും അങ്ങനെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ ഈ പറയുന്ന സൂംബ ഡാൻസ് നിർത്താൻ പറയുന്നവരുണ്ട് അല്ലെ, എന്നിട്ട് പിന്നെ സ്കൂൾ സമയം മാറ്റാൻ പറയുന്ന തങ്ങളുണ്ട് അല്ലെ. ഈ പറയുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പഴയതുപോലെ ഒന്നും അവരെ നല്ല എഡ്യൂക്കേറ്റഡ് കുട്ടികളുണ്ട്, അതില് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാറി വരുന്ന ലീഗിന്റെ തലപ്പത്ത് സാദിഖ് അലി തങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തോട് വളരെ അടുപ്പമുണ്ട്. അപ്പൊ CHനെ അദ്ദേഹം ഓർത്ത ആ ലേഖനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് തോന്നുന്നു. എന്നാലും ആളുകൾക്ക് അതായത് 1948 അതായത് ഞാനിപ്പോ പറയുന്നത് തരൂർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. 1948 രൂപവൽക്കരിക്കപ്പെട്ട IUMLന് പഴയ വടക്കിന്റെ ആധിപത്യമുള്ള അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ നിന്നും വ്യതിരക്തത പാലിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ദേശീയ പാർട്ടികളും കേരളത്തിലെ ഇടത് പാർട്ടികളും IUMLനെ വർഗീയ പാർട്ടിയെന്ന് നിരന്തരം ആക്ഷേപിച്ചത് രാഷ്ട്രീയ പ്രക്രിയകളിലെ അവരുടെ സമ്പൂർണ്ണ പങ്കാളിത്തം പ്രയാസകരമാക്കി. വർഗീയ പാർട്ടി എന്ന ആരോപണത്തെ ശക്തമായി ചേർത്ത് വിലപ്പെട്ട രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിച്ചത് CHന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ ഈ CH എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി അദ്ദേഹം ഇതിൽ കുറിക്കുന്നുണ്ട്. അതും കൂടി ഞാൻ വായിക്കാം. CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ശൈലി സഹവർത്തിത്വത്തിന്റേതും അഭിപ്രായ ഐക്യത്തിന്റേതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭിന്നതകൾക്കുപരിയായി പരസ്പര ബഹുമാനവും പരസ്പര സംഭാഷണങ്ങളും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് ജനസംഘം നേതാവായിരുന്ന KG മാരാർ അദ്ദേഹത്തെ CHM കോയ, അതായത് C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചത്. KG മാരാറാണ് പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിന്റെ ഒരു സഹവർത്തിത്വം, പ്രാധാന്യം, അതൊക്കെ KG മാരാർ വിശേഷിപ്പിച്ച ഈ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ട്. കൂടുതൽ മാത്രമല്ല പ്രീത, ഈ പറഞ്ഞ ആ പ്രാധാന്യത്തെ കുറിച്ച് തരൂര് പറയുമ്പോഴേ തരൂര് ഓർമ്മിപ്പിക്കുന്നുണ്ട് പലതും. കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മുനീറിനെതിരെ വാളോങ്ങി നിൽക്കുന്ന ലീഗിനകത്തെ പലരെയും
അല്ലേ? അതെ അതെ. പറഞ്ഞോളൂ. അപ്പോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവിധ സമുദായങ്ങളുടെ താല്പര്യങ്ങളോടൊപ്പം സംസ്ഥാനത്തിന്റെ വിശാല താല്പര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി പ്രായോഗികവും അയവുള്ളതുമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന് CH തെളിയിച്ചു. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം നേതൃത്വം കൊടുത്ത സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം സാമുദായികമാണെങ്കിലും വർഗീയമായിരുന്നില്ല. സംസ്ഥാനത്തിന്റെ ആകെയും അതിലെ വിവിധ ജനവിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങളുടെ വിശാല ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ മുസ്ലിം ന്യൂനപക്ഷത്തിനെ ശാക്തീകരണമെന്ന ലീഗിന്റെ പ്രത്യയശാസ്ത്രം തേച്ചു മിനുക്കിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് CH മായാത്ത മുദ്ര പതിപ്പിച്ച മറ്റൊരു രംഗം വിദ്യാഭ്യാസമാണ് എന്ന് കൂടി പറയുന്നത്. മലബാറിൽ ധാരാളം എലിമെന്ററി സ്കൂളുകളും ഹൈസ്കൂളുകളും സ്ഥാപിച്ചുകൊണ്ട് കുട്ടികളുടെ പഠന സാധ്യത നാടകീയമായി വികസിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു എന്ന് കൂടി പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെയും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെയും കാര്യത്തിൽ നിർബന്ധിത വിദ്യാഭ്യാസം 10ാം തരം വരെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ കോളേജുകളിൽ SC/ST വിദ്യാർത്ഥികൾക്ക് ആദ്യമായി സംവരണം ഏർപ്പെടുത്തുകയും അത് കർശനമായി നടപ്പാക്കുകയും കൂടി അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നു. ഏതായാലും UDF-നോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനകത്തുള്ളവർക്കോ അല്ലെങ്കിൽ ലീഗിൽ തന്നെയുള്ള പുതിയ ലൈംലൈറ്റിൽ നിൽക്കുന്നവർക്കോ അവർക്കൊക്കെ തന്നെ CH എന്ന് പറയുന്ന ഒരു മനുഷ്യനും കൂടെ പടുത്തുയർത്തിയതാണ് ഈ പ്രസ്ഥാനമെന്ന് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ആ ഓർമ്മയുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറ്റം പറയുന്നത് അവർ പറയുമായിരിക്കും. പക്ഷേ സ്മരണകൾ ഉണ്ടായിരിക്കണം. ഏതായാലും വന്ന വഴി മറക്കരുത് എന്നുള്ളത് കൂടെയാണ് ശശി തരൂർ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ശശി തരൂർ മറ്റൊരു ബോംബ് കൂടെ പൊട്ടിച്ചിരിക്കുന്നു. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും.